ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കിച്ചൺ കണ്ടെയ്നേഴ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ മീഷോയിൽ നോക്കിയിട്ട് മീഷോയിലുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള ഈസി റെസിപ്പീസ് ബൈ സഹല കൂടെ ഫോളോ ചെയ്യണം. കാരണം മീഷോ ഹോൾ വീഡിയോസിൻ്റെ സീരീസ് ഞാൻ അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ ലിങ്ക്സൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് DM കിട്ടും. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇത് 6 വരുന്നതും 10 വരുന്നതും സെറ്റായിട്ടുള്ളത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് ഉള്ളത് ബ്ലാക്കും ബ്ലൂ ആണ് കേട്ടോ. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 800 ml ആണ്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. പൾസസ് ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 188 റുപ്പീസാണ് കേട്ടോ ഈ 6 എണ്ണത്തിന്. അപ്പോൾ ഈ ഒരു പ്രൈസിന് നോക്കുമ്പോൾ വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 6 എണ്ണം വരുന്നൊരു സെറ്റാണ് കേട്ടോ ഇത്. ഓരോന്നും 2.5 ലിറ്റർ കപ്പാസിറ്റിയാണുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആയത് കാരണം അധികം സ്പേസ് എടുക്കില്ല കേട്ടോ നമുക്കിത് അടുക്കി വയ്ക്കുന്ന സമയത്ത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 494 റുപ്പീസാണ്. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫാണ്, അതുപോലെ തന്നെ BPA ഫ്രീ ആണ്. പിന്നെ അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. നമുക്ക് സ്നാക്സ്, പൾസസ് ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. പിന്നെ ഇതിൻ്റെ 500 ml 1000 ml ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തത് 3 ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ ബോക്സിലാണ് കേട്ടോ ഡെലിവറി ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഇത് 5 സ്റ്റീൽ കണ്ടെയ്നേഴ്സ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് വരുന്നത് 1000 ml കപ്പാസിറ്റിയാണ്. രണ്ടാമത്തേത് 750 ml ആണ്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ വരുന്നത് 500 ml, നാലാമത്തെ 300 ml, ഏറ്റവും ചെറുത് 200 ml കപ്പാസിറ്റിയാണുള്ളത്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ലെഫ്റ്റ് ഓവർ ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 224 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ അത്ര വെയിറ്റുള്ള സ്റ്റീലൊന്നും അല്ല കേട്ടോ ഇത്, ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ലിഡാണ് കൊടുത്തിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ. ഇനി നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇനി കാണിക്കുന്നത് ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് കേട്ടോ. 6 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ഗോൾഡൻ കളർ ലിഡ് വരുന്ന സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോന്നും 400 ml കപ്പാസിറ്റിയാണുള്ളത്. ഇതിൻ്റെ ലിഡ് വരുന്നത് മെറ്റൽ ലിഡാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 206 റുപ്പീസാണ്. ഇത് BPA ഫ്രീ ആണ്, ഡിഷ് വാഷർ സേഫാണ്, ഫ്രീസർ സേഫാണ് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു 18 പീസ് വരുന്നൊരു കണ്ടെയ്നർ സെറ്റാണ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ കിച്ചണിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു സെറ്റോടു കൂടി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഉള്ള പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതിലുള്ള വലിയ 6 കണ്ടെയ്നേഴ്സ് 1200 ml കപ്പാസിറ്റിയാണുള്ളത്. പിന്നെ മീഡിയം സൈസ് വരുന്നത് 650 ml ഏറ്റവും ചെറുത് വരുന്നത് 300 ml ആണ്. നമുക്കൊരു കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കണ്ടെയ്നർ സെറ്റ് കൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലൊരു ഹണി കോംബ് സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ്, ബ്ലാക്ക് കളർ ലിഡാണ് വരുന്നത് എല്ലാത്തിനും. പിന്നെ ഇത് 6 എണ്ണം വരുന്ന സെറ്റുണ്ട്, 12 എണ്ണം, 24, 30 അങ്ങനെയുള്ള സെറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 296 റുപ്പീസാണ്. ഈ ഒരു പ്രൈസിന് അടിപൊളി വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ എനിക്ക് ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ മീഡിയം സൈസിലുള്ള ബോട്ടിലിൻ്റെ ലിഡ് 2 എണ്ണത്തിന് അത്ര ടൈറ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ അതുമാത്രം എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അപ്പോൾ ലിഡ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും യൂണിഫോമായിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഈ ഒരു സെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും കണ്ടെയ്നേഴ്സാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ, ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.